ബിന്ദുസ് ഹായ്, ഇത് എവിടെയാണ് ബിന്ദു? ഇത് നമ്മുടെ വീട്ടിലാട്ടോ. നമ്മുടെ ചൂടെടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ അപ്പൂസിരിക്കാട്ടോ. ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. അതെ അതെ, നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യൻ വീട്ടിലാകട്ടോ. അതെ, നമ്മുടെ നാട്ടിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളായിരിക്കും. അപ്പോ ഒത്തിരി കാട്ടിത്തരാം കേട്ടോ പിന്നെയുള്ള വീഡിയോയില്. അതെ, പിന്നെയുള്ള വീഡിയോയിൽ. കാരണം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താട്ടോ. ലൈറ്റിന്റെ വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ നമ്മള് ആദ്യം വന്ന ഉടനെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമ്മുടെ ആദ്യത്തെ പരിപാടി? നമ്മുടെ പരിപാടി ആദ്യം നമ്മുടെ കാർ ഉണ്ടല്ലോ, നമ്മള് വണ്ടി ഒതുക്കിയിട്ട് പോയതാകട്ടോ. ഇവിടെ കിടക്കുകയുണ്ടോ? അതെ, നമ്മുടെ കടക്കകത്ത് കയറ്റിട്ട് പോയിക്ക. അതെ, അപ്പൊ അത് നമ്മുടെ എടുത്ത് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്തൊക്കെ എടുക്കണം. അപ്പൊ നമുക്ക് പുറത്തോട്ട് നമുക്ക് കാറിനെ ഇറക്കണം. അപ്പൊ അതിനുള്ള പരിപാടിയാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ പരിപാടി. അപ്പൊ ആദ്യത്തെ വിശേഷം മുതൽ നിങ്ങളെ കാണിക്കുകയാണ് നമ്മൾ. അപ്പൊ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കുക. ഒത്തിരിയധികം ആൾക്കാരെ നമുക്ക് കാപ്പി കുടി കഴിഞ്ഞ കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയത്. നമ്മളിന്ന് അപ്പവും നമ്മള് കടലയും ഉരുളക്കിഴങ്ങായിട്ടുള്ള കറിയും ആട്ടോ വെച്ചത്. അങ്ങനെ കാപ്പി കുടിച്ചേട്ടോ. അങ്ങനെ നാട്ടിൽ വന്നിട്ട് നാട്ടിലെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഉറക്ക ക്ഷീണം ഇപ്പൊ നമുക്ക് 2-3 ദിവസത്തെ നമുക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ, അവിടുത്തെ കാലാവസ്ഥയും അതേപോലെ തന്നെ സമയവും വ്യത്യാസമില്ല. 4.5 മണിക്കൂറത്തെ വ്യത്യാസമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അതിച്ച് ചൂട്. അപ്പൂസിനാണെങ്കിൽ ഉടുപ്പൊന്നും ഇടാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ ചൂടുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ അപ്പൂസിനെ കുളിപ്പിക്കും. നല്ല നടക്കുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് കാർ ഇറക്കാം. അപ്പൊ അതാ ഇങ്ങോട്ട് ഇരുട്ടാണേ. നമുക്ക് വണ്ടി നമ്മൾ ഒതുക്കിയിട്ടിട്ട് പോകുമ്പോ നമ്മൾ എങ്ങനെയാണെന്നറിയാമോ, വണ്ടി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബാറ്ററിയുടെ വയർ നമ്മൾ ഊരിയിട്ടിട്ടാണ് പോയത്. കേട്ടാ, ബാറ്ററിയുടെ വയർ നമ്മൾ ഊരിയിട്ടിട്ട് പോയത് കൊണ്ട് നമുക്ക് ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. കണ്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരൊക്കെ മുമ്പത്തൊക്കെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോകുമായിരുന്നു. ബാറ്ററി വയർ ഊരിയിടത്തില്ലായിരുന്നു. അപ്പൊ നമ്മളിപ്പോ വയർ ഊരിയിട്ടിട്ട് പോകുമ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ഇറങ്ങത്തില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണേ. അത് കഴിഞ്ഞിട്ട് അല്ല, ഇങ്ങനെ തന്നെയാണ് നമ്മളെ കഴിഞ്ഞ തവണയും പോയത്. എങ്ങനെയാണ് അപ്പോഴും വന്ന ഉടനെ നമ്മൾ ഇതുപോലെ നമുക്ക് അറിയാൻ പറ്റും ചാർജ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യാം, അപ്പോഴും തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിട്ടോ. നല്ല സ്മൂത്തായിട്ട് കണ്ടില്ലേ, ഒറ്റ ഇതില് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹായ് പപ്പ. നമ്മളെ വണ്ടി കുറെ നാൾ എടുക്കാതെ ഇരുന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇടണം. അപ്പോഴും വണ്ടിയേ നല്ല ചൂടാണ്. എഞ്ചിന് പിന്നെ ചൂടായതിനു ശേഷം നമ്മൾ വണ്ടി ഇറക്കാവും. കാരണം നമ്മുടെ ഇത് അധികം ഓടിയിട്ടില്ല. വണ്ടി നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ആകപ്പാടെ ഓടിയിട്ടുള്ള 5000-ന് താഴെ കിലോമീറ്റർ ആണ് നമ്മുടെ. നമ്മളെ വണ്ടി എടുത്തിട്ടേ നമ്മൾ അധികം ഓട്ടിച്ചിട്ടില്ല കേട്ടോ. കാരണം കടയിൽ ഷട്ടർ ഉണ്ട് കേട്ടോ, അവിടെ നമ്മള് വണ്ടി ഇട്ടിട്ട് പോയത് കേട്ടോ. അതെ, നമുക്ക് ഇനി അടുത്ത പരിപാടി എന്തെന്നറിയാമോ, നമ്മൾ എടുക്കാൻ ഇതാണ്ട് ഇതേ വണ്ടി ഇറക്കാൻ നേരത്തെ നമ്മൾ ഇതാണ്ട് ഈ ഒരു സാധനം ഇതെന്താന്നറിയാമോ, ഇത് നമുക്ക് വണ്ടി ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടി ഇവിടെ തിട്ടല്ലേ, ഇത് നമ്മുടെ കടയുടെ അകത്തല്ലേ കയറ്റിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഇടാൻ വേണ്ടിയാണ്, അത് വണ്ടി ഇറക്കാൻ വേണ്ടിയാണ് ആ സാധനം എടുത്തിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഗ്യാറ്റ് ഇരുന്നിരുന്നേ മണ്ണി കയറിപ്പോയി. അതെ, നമ്മള് ഗ്യാറ്റേ നമ്മള് പൂട്ടിട്ടാ പോയത് കേട്ടോ. അപ്പോഴ് ചെറുതായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇനി അതിനൊന്ന് ശരിയാക്കണം. അതിന്റെ ടയറൊക്കെ ഉണ്ടല്ലോ, വീലുണ്ടല്ലോ, ആ വീല് മൊത്തം നമുക്ക് റെഡിയാക്കണം. അതൊക്കെ റെഡിയാക്കാം. അപ്പൊ ബിന്ദു ഒരു കാര്യം ചെയ്തോളൂ, അവിടെ ഇറങ്ങി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇറക്കിയിടാം. നാട്ടിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ബൈ ബൈ.